വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ തോക്കിമുനയിൽ ഇങ്ങനെ ചൂണ്ടി നിർത്തുന്നുണ്ട് ചന്ദ്രബോസ്. നീ എവിടേക്കാണ് പോകുന്നത്? അപ്പുറത്ത് നിന്റെ ബീവി പെറ്റ് കിടക്കുകയാണോ എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ എത്ര നേരം ഇവിടെ തടഞ്ഞു വയ്ക്കാനായിട്ട് സാധിക്കും? എൻ്റെ ആളുകൾ പുറത്തുണ്ട്, അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, എത്ര പേര് വേണമെങ്കിലും ഞാൻ കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് ഉപേന്ദ്രനും. പിന്നെ ചന്ദ്രബോസും ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. അവരെയൊക്കെ ആ വിളിക്കുന്നവരുടെയൊക്കെ കൊരവള്ളി എൻ്റെ ആളുകൾ, നമ്മുടെ ആളുകൾ ഇപ്പോൾ തന്നെ പിടിച്ച് പൊട്ടിച്ച് കാണും. അവന്മാർക്കൊക്കെ ചാവാനാണ് വിധി, ഇനി ആരും പിന്നെ വിളിക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ ആളുകൾ അവരെയൊക്കെ വളഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ സുബൈർക്കയുടെ കൂടെ വന്ന ആള് 15 കോടി 18 ലക്ഷം എന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം രോഹിത് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് എന്നിട്ട് അയാൾ അങ്ങോട്ട് ഇരിക്കുമ്പോഴത്തേക്കും ആ ചന്ദ്രബോസൊക്കെ ഏർപ്പാടാക്കിയ ഗുണ്ടകളിൽ ഒരാൾ വന്ന് ഇയാളുടെ പുറകിലേക്ക് ഇരുന്നിട്ട് കത്തി ഇങ്ങനെ അയാളുടെ പിൻഭാഗത്തേക്ക് വെച്ചിട്ട് പറയുന്നുണ്ട്, ഇനി കയറ്റി വിളിച്ചാൽ കൊന്നുകളയെന്ന് പറയുമ്പോൾ അയാൾ ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണു അവിടെ എത്തുകയാണ്. വിഷ്ണുവും കമലിനും കൂടി ഇങ്ങനെ ബൈക്കിൽ വരുന്ന കാണുമ്പോൾ സുസ്മിത ഇങ്ങനെ ഒരു അന്തം വിട്ട് നോക്കുന്നുണ്ട്. അന്നേരം അനുപല്ലവി ഓടി ചെല്ലുന്നുണ്ട്. അന്നേരം അനു പിന്നെ സുബൈർക്ക് എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഫോൺ വന്ന് പിറകുവശത്തേക്ക് പോയി എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ തിരിയുമ്പോൾ സുസ്മിതയെ കാണുകയാണ്. ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കുന്നുണ്ട്. തിരിഞ്ഞ് രോഹിത്തിനെ ഒരു നോട്ടം നോക്കിയിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലേക്ക് അങ്ങോട്ട് മടക്കി കുത്തി കമലിനെ വിളിച്ചുകൊണ്ട് ആ മറു സൈഡിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അടുക്കള വാതിലിൻ്റെ അങ്ങോട്ടത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഗുണ്ട ഇങ്ങനെ നിൽപ്പുണ്ട്. അന്നേരം വിഷ്ണു കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളർ ഇങ്ങനെ എങ്ങോട്ടാണെന്നും പറഞ്ഞ് കുത്തി പിടിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഇവനെ ഇങ്ങോട്ട് പിടിച്ച് കമല എന്നും പറഞ്ഞിട്ട് പിടിച്ചങ്ങോട്ട് കമലിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കമല നല്ല കുറേ പ്രാവശ്യം ഇടിച്ച് ചതച്ച് അവനെ ഒരു മൂലയ്ക്ക് ഇരുത്തുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു അകത്തേക്ക് കയറുമ്പോൾ അവിടെ സുബൈർക്കായെ പിടിച്ചു വെച്ചിരിക്കുകയാണ് 2 ഗുണ്ടകൾ ചേർന്ന്. വിഷ്ണു അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ ഒരുത്തൻ വിഷ്ണുവിനെ തടഞ്ഞ് നിർത്തുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ സർവ്വശക്തിയും എടുത്ത് അവനെ ഇടിച്ച് നിരപ്പാക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഉഗ്രൻ ഫൈറ്റ് സീനാണ്. വിഷ്ണുവും കമലനും കൂടി ചേർന്ന് ആ ഗുണ്ടകളെല്ലാം അവിടെ ഇടിച്ച് തരിപ്പണമാക്കുന്നുണ്ട്. കൂടെ വിഷ്ണു ആണെങ്കിൽ കമല എന്ന് വിളിച്ചുകൊണ്ട് കമലിൻ്റെ മുന്നിലേക്ക് ഓരോരുത്തരും പിടിച്ചിട്ട് കൊടുക്കും. കമല എല്ലാത്തിനെയും ഇടിക്കുന്നുണ്ട്. രണ്ടുപേരും കൈകോർത്ത് ചേർന്നൊക്കെ ഇടിക്കുകയാണ്. നല്ല ഉഗ്രൻ ഫൈറ്റ് സീൻ തന്നെയാണ്. അന്നേരം ഇതാണെങ്കിൽ ആ സത്യഭാമയുടെ വീടിൻ്റെ ഹാളിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്നേരം മുകളിൽ നിന്ന് സ്റ്റെയറിൻ്റെ അവിടെ ലാൻഡിങ്ങിൽ നിന്നുകൊണ്ട് പിന്നെ ചന്ദ്രബോസും ഉപേന്ദ്രനും കൂടി ഇത് കാണുകയാണ്. അന്നേരം ആ വിഷ്ണുവിൻ്റെ ആ ഒരു ഫൈറ്റ് സീൻ മൊത്തം കണ്ടിട്ട് ഇവർ പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്രബോസ് പറയുന്നുണ്ട്, തൽക്കാലം ഇപ്പോൾ അവൻ്റെ മുമ്പിലേക്ക് നമ്മൾ പോയി പെടണ്ട, അത് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മാറിപ്പോകുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് സീൻ കാണേണ്ടത് തന്നെയാണ് വിഷ്ണുവിൻ്റേത്. അതിനുശേഷമാണെങ്കിൽ അവിടെ കൂട്ടിവിളിപ്പ് നടക്കുകയാണ്, ലേലം വിളിപ്പ് നടക്കുന്നുണ്ട്. ഇയാളെങ്ങനെ കാട്ടി നിർത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ 15 കോടി 18,550,000 വരെ നിർത്തുന്നുണ്ട്. തുടർന്ന് ആ ഒരു ഗുണ്ടയാണെങ്കിൽ ഇയാൾ എണീക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് ആ കത്തി ചൂണ്ടി തന്നെ അപ്പുറവശത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അവരെ വിളിക്കാൻ രോഹിത് മാത്രമാവുകയാണ്. അന്നേരം ഇവിടെ എല്ലാ ഗുണ്ടകളെയും ഇവർ ചേർന്ന് അടിച്ച് ഒതുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി സമയം കളണ്ടവാ എന്ന് പറഞ്ഞിട്ട് സുബൈർക്കായുടെ കൈയും പിടിച്ചുകൊണ്ട് വിഷ്ണുവും എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് ആ കത്തി കാട്ടി സുബൈർക്കായുടെ കൂടെ കൊണ്ടുവന്ന ആളിനെ അവർ മറു സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം അവിടെ 15 കോടി 19 ലക്ഷം എന്നിങ്ങനെ രോഹിത് വിളിക്കുകയാണ്. അന്നേരം 1 തരം 2 തരം എന്നിങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് വിഷ്ണു ആണെങ്കിൽ സുബൈർക്കായുടെ കൈയും പിടിച്ചുകൊണ്ട് ഓടി അവിടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം പക്ഷേ ജോൺ എബ്രഹാമിൻ്റെ തൊട്ട് പുറകെ എത്തുമ്പോഴേക്കും ഇവിടെ 3 തരം വിളിക്കുന്നുണ്ട്. അന്നേരം ഈ എബ്രഹാം കാണുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ഈ ജോൺ എബ്രഹാം അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് 15 കോടി 19 ലക്ഷത്തിന് രോഹിത്തിൻ്റെ പേരിൽ ഉറപ്പിച്ചിരിക്കുന്നു, ലേലം ഉറപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ 2-3 തവണ പറയുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് വല്ലാതാവുകയാണ്. ആ ഒരു 2-3 സെക്കൻഡിൻ്റെ ആ ഒരു വ്യത്യാസത്തിലാണ്, അല്ലായിരുന്നുവെങ്കിൽ സുബൈർക്ക പിടിക്കുമായിരുന്നു. അന്നേരം വിഷ്ണു അങ്ങ് ഷോക്കായിട്ട് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും രോഹിത്തും സുസ്മിതയും എല്ലാവരും കൂടി നിന്നവരെല്ലാവരും കൈയടിക്കുകയാണ്. രോഹിത്ത് പൈസ കൊണ്ടുവന്ന് ആ ഓഫീസർമാരുടെ മുമ്പിലേക്ക് പെട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. അവരിങ്ങനെ എണ്ണിയൊക്കെ നോക്കിയിട്ട് അവിടെ ഉറപ്പിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുമ്പോൾ സുബൈർക്ക പറയുന്നുണ്ട്, ഒരു സർപ്രൈസ് എന്ന പോലെ ഇത് തിരിച്ചു പിടിച്ച് വിഷ്ണുവിന് തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല, സോറി എന്ന് പറയുകയാണ്. വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ആ ഒരു വില എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്, പക്ഷേ പറ്റിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഈ വീട് പിടിച്ചെടുക്കാനായിട്ട് ഇതിനേക്കാൾ വലിയൊരു അംഗം തന്നെ വേണ്ടി വരുമായിരിക്കും. അതിനെന്തായാലും അന്ന് നമുക്ക് കാണാം. ഇതൊരു പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് കണ്ടുപിടിച്ച് നമുക്കിത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യാമെന്നിങ്ങനെ വിഷ്ണുവിനെ സ്വയം പറഞ്ഞിങ്ങനെ ആശ്വസിക്കുന്നുണ്ട്. ഈ സമയത്ത് രോഹിത്തും സുസ്മിതയും കൂടി
ഇങ്ങനെ വിഷ്ണുവിനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ ആ ഒരു നിൽപ്പ് കണ്ടിട്ട് എന്ന് രോഹിത്തിനെയും പിടിച്ചുകൊണ്ട് സുസ്മിതയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നീ ഇവിടെ ഒരു അടിമയെ പോലെ കഴിഞ്ഞിരുന്നവനാണ്. രോഹിത്തിനെ ചൂണ്ടിയാണ് പറയുന്നത്, ഇന്ന് ഈ വീടിൻ്റെ അമരക്കാരനാണ്. പക്ഷേ അമരത്തെ രോഹിത്താണെങ്കിലും ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള അവകാശം അത് എൻ്റെ കുത്തകയാണ്. ഞാനതിങ്ങനെ എഴുതിയെടുത്തിരിക്കുകയാണ്. എന്നാലല്ലേ ഞാൻ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ മനസ്സിൽ കാണുന്ന പല ബിസിനസ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ ആയിരിക്കും. ഇവിടെ ഒരു കുളം കുത്താൻ തന്നെയാണ് എൻ്റെ ഒരു പ്ലാൻ. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ ഇറങ്ങുക, അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ പുതുക്കിയിട്ടൊക്കെ അങ്ങ് പോകാം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാടെ ദേഷ്യം വരികയാണ്. വിഷ്ണു പറയുകയാണ്, നീ ജയിച്ചു എന്ന് കരുതണ്ട, ഈ വിഷ്ണു തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇതൊക്കെ നിന്നെയൊന്നും അധിക കാലം ഞാനിവിടെ വാഴിക്കത്തില്ല. ഈ വിഷ്ണു ഇത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ആദ്യം സ്വന്തമായിട്ടൊരു കൂര ഉണ്ടാക്കാൻ നോക്ക്, എന്നിട്ടല്ലേ വാക്കുകൊണ്ട് പറയുന്നതൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴും വിഷ്ണു സുസ്മിതയെ എതിർത്ത് തന്നെ സംസാരിക്കുന്നുണ്ട്. രോഹിത്തിനെ ഇങ്ങനെ ആകെ ദേഷ്യം നോക്കി നിൽക്കുകയാണ്. വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. നിന്നെയൊക്കെ ഈ വീട് തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനും, പിന്നെ നിന്നെയൊക്കെ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയും ചൂണ്ടുന്നുണ്ട്. രോഹിത്തിനെ നോക്കി പറയുകയാണ്, നിന്നെയൊക്കെ അന്തകനായിട്ടും ഈ വിഷ്ണു തിരിച്ചു വരിക തന്നെയും ചെയ്യുന്ന വിഷ്ണുവാണ് ഈ പറയുന്നത്. ഞാൻ തിരിച്ചു വരും, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചോ, മരിക്കാതിരിക്കാനായിട്ട് നീയും പിന്നെ കൊല്ലാനായിട്ട് ഞാനും പുറകെ കത്തി കൊണ്ട് നടക്കും. അതിന് തടുക്കാവുന്നതൊക്കെ നീ തടുത്തോ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്കും വാശിയേറുകയാണ്. സുസ്മിത പറയുന്നുണ്ട്, സുസ്മിത ആദ്യം ഇങ്ങനെ പറയുമ്പോൾ സുസ്മിതയുടെ നേരെ വിഷ്ണു ഇങ്ങനെ ഡി എന്നും പറഞ്ഞ് ഇങ്ങനെ ചാടുന്നുണ്ട്. അന്നേരം വേണ്ട ആശാനെ വേണ്ട, ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ സുസ്മിത പറയുന്നുണ്ട്, കമല നിനക്ക് ബുദ്ധിയുണ്ട്, നീ നിൻ്റെ ആശാനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കുഴി കുത്തി അതിൽ മൂടേണ്ടി വരും, ഇവനെ അങ്ങോട്ട് മൂടേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോഴും വിഷ്ണു ദേഷ്യത്തിൽ നിൽക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, ഫാമിലി ആയിട്ടൊക്കെ ഇറങ്ങുക, പഴയ ഓർമ്മകളൊക്കെ പുതുക്കാം എന്നിങ്ങനെ പറയുമ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തും, കുളം തോണ്ടുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനെ വിഷ്ണു പറയുന്നത്, ഞാൻ തിരിച്ചു പിടിക്കും, നിൻ്റെയൊക്കെ അന്തകനായിട്ട് വരും എന്നിങ്ങനെ പറയുമ്പോഴും വാക്ക് കൊണ്ട് പറയാതെ വാള് കൊണ്ട് പ്രവർത്തിക്കാൻ നോക്ക്, എങ്കിൽ നീ ഒരാണാണെന്ന് ഞാൻ പിന്നെ ഉറപ്പിച്ച് സമ്മതിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ നിയന്ത്രണം വിടുകയാണ്. വിഷ്ണു വീണ്ടും ഡീന്നും പറഞ്ഞ് സുസ്മിതയുടെ കഴുത്തിനങ്ങോട്ട് ഇറുക്കി പിടിക്കുകയാണ്. സുസ്മിത ആകപ്പാടെ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. അന്നേരം രോഹിത്തും എല്ലാവരും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് ബാക്കി പോലീസുകാരൊക്കെ വന്നിട്ട് വിഷ്ണുവിനെ അങ്ങോട്ട് പിടിച്ചു മാറ്റുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടുകയാണ്. സുസ്മിത ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം തൽക്കാലം നീ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോ, പക്ഷെ നിന്നെയൊന്നും അധിക കാലം നീ ഇവിടെ ഒന്നും നിൽക്കില്ല, ഈ വിഷ്ണു തിരിച്ച് വരിക തന്നെ ചെയ്യും, രണ്ടിനെയും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ആ കണ്ണുകളിൽ ആ ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ട്. സുസ്മിതയും രോഹിത്തും ഒക്കെ ഇങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. എന്നിട്ട് കേട്ടോടി എന്നിങ്ങനെ പറഞ്ഞിട്ട് രോഹിത്തിനെ നോക്കിയിട്ട് കേട്ടോടാ പട്ടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കമല സുബൈർക്കായെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ബൈക്കിനടുത്തേക്ക് എത്തിയിട്ട് ഇതെല്ലാം അനുപല്ലവി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ബൈക്കിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് വിഷ്ണു ഇങ്ങനെ വീട് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം മുകളിലെ ആ മട്ടുപ്പാവിലെ സത്യഭാമ ഇങ്ങനെ നിന്ന് നോക്കുന്നത് പോലെ വിഷ്ണുവിന് തോന്നുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആകെ ഷോക്കായി സങ്കടപ്പെട്ട് അവിടെ നിന്ന് വിഷ്ണു ബൈക്കെടുത്ത് ഒറ്റയ്ക്കങ്ങ് പോകുന്നുണ്ട്. സുബൈർക്കായെ കമലിനെ ഏൽപ്പിച്ചിട്ട് വിഷ്ണു അങ്ങ് പോവുകയാണ്. ഇതേസമയം തുടർന്ന് രാത്രിയാണ് കാണിക്കുന്നത്. ശ്യാമയാണെങ്കിൽ അവിടെ കുടുംബശ്രീ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ. എന്നിട്ട് ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് ഈ വീട് മഞ്ഞയായി കൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ ഒരു അധിക പറ്റാകുന്നത് പോലെ എനിക്ക് ഇനിയിപ്പോൾ സ്വയം തോന്നുന്നതാണോ എന്താണ് എന്നറിയുന്നില്ല. പപ്പിയും ഇപ്പോൾ എന്നോടൊപ്പം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പിക്ക് അവകാശികളായി രോഹിത്ത് അകന്നു പോയതുപോലെ പപ്പി എന്നിൽ നിന്ന് അകലും. ചിലപ്പോൾ പിന്നെ കുഞ്ഞേച്ചി എന്നോടുള്ള സ്നേഹം കൊണ്ട് വീണ്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. പക്ഷേ വിഷ്ണുവേട്ടൻ അത് ഉൾക്കൊള്ളണമെന്നില്ലല്ലോ, എനിക്ക് ആരും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോൾ രോഹിത്ത് ആണെങ്കിൽ ശ്യാമയെ ഫോൺ ചെയ്യുന്നുണ്ട്. ആ സത്യഭാമയുടെ വീട്ടിൻ്റെ ആ മുകളിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ് രോഹിത്ത് ഫോൺ ചെയ്യുന്നത്. അന്നേരം രോഹിത്താണല്ലോ ഇതെന്താ ഈ സമയത്തെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം ഈ ശബ്ദം പെട്ടെന്നൊന്നും മറന്നുപോയി കാണില്ല എന്ന് കരുതുന്നു എന്നിങ്ങനെ രോഹിത്ത് സംസാരിച്ചു തുടങ്ങിയാണ്. അന്നേരം ഇതെന്താ പതിവില്ലാതെ ഇങ്ങനെ ഒരു വിളിയും പറച്ചിലും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇത് സ്വന്തമായിട്ട് തോന്നിയ തീരുമാനമാണോ അതോ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയെ ഞാൻ വിളിക്കുന്നത് ആരുടെയും സമ്മതം എനിക്ക് വേണ്ട എന്നിങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്. അന്നേരം ചോദിക്കുന്നുണ്ട്, അല്ല സുസ്മിത അറിഞ്ഞിട്ടാണോ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് രോഹിത്ത് ഇങ്ങനെ പറയുന്നത്. അന്നേരം പറയുന്നുണ്ട്, അല്ല ഇപ്പോൾ ഉണ്ണണമോ ഉറങ്ങണമോ എല്ലാ നിയന്ത്രണവും സുസ്മിതയുടെ കയ്യിലാണല്ലോ, അവളോട് ആലോചിക്കാതെ രോഹിത്ത് ഇപ്പോൾ ഒന്നും ചെയ്യില്ലല്ലോ എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുകയാണ്, ഞാനിപ്പോൾ വിളിക്കുന്നത് നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു പഴയ വീട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ്. നിന്നെ അഗ്നിസാക്ഷിയായിട്ട് ഞാൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന
ആ ഒരു വീടിൻ്റെ മുകളിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് വന്നു, അതുകൊണ്ടാണ് നിന്നെ ഒന്ന് വിളിച്ചത്. പിന്നെ മുഷിക്കാതെ കാര്യം പറയാം, എനിക്ക് നിന്നെ ഒന്ന് കാണണം, പിന്നെ നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ ഒരു മനസ്സ് മാറുന്നുണ്ട്. അന്നേരം ഞാൻ വരാമെന്ന് പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ വിളിച്ചത് നിന്നെ മാത്രമാണ്, അപ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കണം, തനിച്ചായിരിക്കണം വരേണ്ടത്, സ്ഥലവും സമയവും ഒക്കെ ഞാൻ പിന്നീട് വിളിച്ചു പറയാം എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതേസമയം അവിടെ താഴെ ഹാളിൽ ഈ സത്യഭാമയുടെ വീടിൻ്റെ ആ ഫോട്ടോ, ഫ്രണ്ടിൽ ആ ഫോട്ടോയൊക്കെ ഒട്ടിച്ചൊരു കേക്ക് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എഡിഎം, ജോൺ എബ്രഹാമും ഉപേന്ദ്രനും ചന്ദ്രബോസും സുസ്മിതയും ഒക്കെ ഉണ്ട്. അവർ ഓരോ ഗ്ലാസ്സിൽ ഇങ്ങനെ മദ്യം ഒഴിച്ചിട്ട് ചിയേഴ്സൊക്കെ പറഞ്ഞിട്ട് കുടിക്കുകയാണ്. എന്നിട്ട് ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇതിൻ്റെ പിന്നെ താക്കോൽ ഏറ്റുവാങ്ങേണ്ട സാമ്രാജ്യത്തിൻ്റെ അധിപൻ എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം രോഹിത് ഇങ്ങനെ മുകളിൽ നിൽക്കുന്നുണ്ട്. അന്നേരം അവിടെ നിൽക്കുന്നു, ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്നിങ്ങനെ ചന്ദ്രബോസ് വിളിക്കുമ്പോൾ രോഹിത് ചെല്ലുന്നുണ്ട്. തുടർന്ന് രോഹിത് വന്ന് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ്, നീ ഇങ്ങോട്ടത്തേക്ക് മാറി നീങ്ങി നിൽക്കുമെന്നും പറഞ്ഞിട്ട് സെൻറ്ററിലായിട്ട് രോഹിത്തിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അന്നേരം ഇനി ഇവിടം ഭരിക്കേണ്ടത് നീയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ ഈ രോഹിത് പറയുകയാണ്, നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണം എനിക്ക് എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്നൊന്നും ഇല്ലാതെ ഇറങ്ങുമ്പോൾ അനാഥനായ എന്നെ പിന്നെ ഇത് സ്വത്തെല്ലാം ഉണ്ടാക്കി തന്നതിന്, എന്നെ ഞാനാക്കിയതിന് പിന്നെ ഒരു നന്ദി പറഞ്ഞാലും തീരില്ല. എന്നാലും നന്ദി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ രോഹിത്തിൻ്റെ ശബ്ദം അങ്ങോട്ട് ഇടറുകയാണ്, കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഇങ്ങനെ തൊഴുത് കാണിക്കുകയാണ് എല്ലാവരോടുമായിട്ട്. അന്നേരം ബാക്കി എല്ലാവരും ഉള്ളിൽ ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവനെ ഒരു ആയുധമാക്കി മാറ്റാനാണല്ലോ അവരുടെ ഉദ്ദേശം. അന്നേരം ഉപേന്ദ്രൻ പറയുകയാണ്, ദേവൻ്റെ ശബ്ദമൊക്കെ ഇടറുന്നു, കണ്ണൊക്കെ നിറയുന്നു, രാജാവ് പിന്നെ കരഞ്ഞാൽ പ്രജകൾക്കത് സങ്കടവും, അതിനൊന്നും വഴി കാട്ടരുത്. ഇവിടം ഭരിക്കേണ്ടത് നീ തന്നെയാണ്, സത്യഭാമ ഭരിച്ചിരുന്നത് പോലെ ഇനി നീയാണ് ഇവിടെ മൊത്തം ഭരിക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് ഇങ്ങനെ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് സുസ്മിത പറയുന്നുണ്ട്, നീ അനാഥനാണെന്ന് ആരാണ് പറഞ്ഞത്? നിനക്ക് എല്ലാവരും ഉണ്ട്, ചങ്കുകളെ പോലെ നമ്മളെല്ലാവരും കൂടെ നിൽക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ ഒരു കേക്ക് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ്. ഒന്ന്, നമ്മൾ ഈ പിടിച്ചടക്കിയ വിജയം ആഘോഷിക്കാനായിട്ടും, പിന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന കൂട്ടു ബിസിനസ്സിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്ന പോലെ. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടും ഈ കേക്ക് മുറിക്കാനായിട്ട് യോഗ്യൻ നീ തന്നെയാണ്, നീ തന്നെയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എല്ലാവരും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കത്തിയാണെങ്കിൽ രോഹിത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം രോഹിത് ഇങ്ങനെ ആകെ ഉത്സാഹത്തോടെ നിൽക്കുകയാണ്. പക്ഷേ രോഹിത്തിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അവിടെ അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. ശ്യാമയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എന്തായാലും രോഹിത് തയ്യാറാവും, എന്തോ ഒരു കണ്ടീഷൻ പറയുന്നുണ്ടല്ലോ. പക്ഷേ പിന്നീട് ശ്യാമയെ കൂട്ടിക്കൊണ്ട് വരുന്നു എന്ന് ഇവരാരും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ കത്തി കൊടുക്കുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് രോഹിത്തിനെ ചേർത്തൊക്കെ അങ്ങോട്ട് പിടിക്കുന്നുണ്ട്, രോഹിത്തിൻ്റെ ആ ഒരു കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി. തുടർന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്, അല്ല നമ്മളീ തുടങ്ങാൻ പോകുന്ന പുതിയ ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും ജോൺ എബ്രഹാം സാറിന് എന്തെങ്കിലും പിന്നെ പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുകയാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങാൻ പോകുന്ന പുതിയ പിന്നെ ബിസിനസ്സിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ജോൺ എബ്രഹാമിനെ സാറിനെ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ചോദിക്കുകയാണ്, അതെപ്പോൾ നിയമിച്ചു എന്ന്. അന്നേരം ഇപ്പോൾ നിയമിച്ചു എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും സന്തോഷമാവുകയാണ്. അന്നേരം എന്ത് ബിസിനസ് തുടങ്ങിയാലും അതിലൊരു പങ്കെന്തായാലും ജോൺ എബ്രഹാമിനും കിട്ടുമല്ലോ, അവരുടെ സഹായം കൂടി ആകുമ്പോൾ. അത് തന്നെയാണ് ഉപേന്ദ്രനും ഉദ്ദേശിക്കുന്നതും. തുടർന്ന് പറയുകയാണ്, രോഹിത്തെ സമയം കളയണ്ടടാ, കേക്ക് മുറിക്കടാ എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് അങ്ങോട്ട് കേക്ക് മുറിക്കുന്നുണ്ട്. തുടർന്ന് കേക്ക് അങ്ങോട്ട് മുറിക്കുമ്പോൾ ആ കേക്കിലേക്ക് ഇങ്ങനെ പിന്നെ വീടിൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ കത്തി വയ്ക്കുമ്പോൾ ആ വീടിങ്ങനെ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട്. വീട്ടിൽ കത്തി വെച്ച ആ ഒരു ഇതുപോലെ വീട് നശിപ്പിച്ചു എന്നുള്ള രീതിക്ക് തന്നെയാണ് ആ ഒരു സീൻ കാണിക്കുന്നത്. അതിനുശേഷം മുറിച്ച ശേഷമാണെങ്കിൽ ഒരു പീസ് എടുത്തിട്ട് രോഹിത് ഇങ്ങനെ എല്ലാവരെയും നോക്കിയാണ് ആർക്ക് കൊടുക്കുമെന്നുള്ള രീതിക്ക്. അന്നേരം പിന്നെ ചന്ദ്രബോസ് പറയുന്നുണ്ട്, പിന്നെ നീ എന്തായി നോക്കുന്നത്, നമുക്ക് 3 പേർക്കും ഷുഗർ പിന്നെ മധുരം അലർജിയാണ്, അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ചേർത്ത് ഇതിനെ അവൾക്കങ്ങ് കൊടുത്തോന്ന് പറയുകയാണ് സുസ്മിതയെ ചൂണ്ടിയിട്ട്. അന്നേരം രോഹിത് ഇങ്ങനെ സുസ്മിതയെ നോക്കുന്നുണ്ട്, ഒരു ചമ്മലെന്ന പോലെ സുസ്മിതയ്ക്കും ആ ഒരു ഇത് തോന്നുന്നുണ്ട്. അതിനുശേഷം വേണ്ട എന്നുള്ള രീതിക്ക് തന്നെ രോഹിത് ഇങ്ങനെ സുസ്മിതയ്ക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ബാക്കി എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ എല്ലാവരും കാണുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ തിരിച്ച് അവനും കൊടുക്കുമോളെ എന്നിങ്ങനെ സുസ്മിതയോട് പറയുമ്പോൾ സുസ്മിത കേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് സുസ്മിത ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രോഹിത്തിന് ഒരു ചെറിയൊരു എന്തോ പോലെ. പക്ഷേ പെട്ടെന്ന് സുസ്മിതയാണെങ്കിൽ ആ ഗ്ലാസ്സിൽ ഒഴിച്ച് ആ ഒരു മദ്യം കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ആവാം എന്ന് പറഞ്ഞിട്ട് ആദ്യം ആ ഗ്ലാസ്സാണ് കൊടുക്കുന്നത്. അന്നേരം രോഹിത് ഇങ്ങനെ ഇങ്ങനെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് കേക്കുമായിട്ട് സുസ്മിത ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോഴത്തേക്ക് എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനെ വീണ്ടും മദ്യവെച്ചിട്ട് അവിടെ ഒരു ലക്കുകെട്ട അവസ്ഥയിലേക്ക് പോകുക തന്നെ ചെയ്യും. വീണ്ടും അവരവിടെ പദ്ധതികൾ പ്ലാൻ ചെയ്യും. ഇവനെ ആയുധമാക്കിയിട്ട് നമ്മുടെ അടുത്ത പദ്ധതിയാണ് എന്ന് പറയുന്നുണ്ട്.
അതിന് ശേഷമാണ് ശ്യാമയെ കാണാൻ പോകുന്നതും ശ്യാമയുമായിട്ടുള്ള ധാരണയിലെത്തുമായിരിക്കും. അപ്പോൾ ശ്യാമ വീണ്ടും അവിടേക്ക് വരുന്ന ആ ഒരു സീനൊക്കെ. പക്ഷേ പപ്പിയെ സ്വീകരിക്കാനായിട്ട് ഇവിടെ രോഹിത് തയ്യാറാവില്ലായിരിക്കാം, വിഷ്ണുവിന് തന്നെ കൊടുക്കുമായിരിക്കും, അങ്ങനെയാണ് തോന്നുന്നത്. അതോ ഇനി പപ്പിയും കൂടെ കൂട്ടാനായിട്ട് പറയുമോ എന്താണ് എന്നുള്ളത് അറിയില്ല. അത് അടുത്ത പ്രൊമോ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. എന്തായാലും വിഷ്ണു ആകെ തകർന്നാണ് വീട്ടിലേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.